അല്ലേ? എനിക്ക് ശീലമായി എങ്ങനെ ഇംഗ്ലീഷ് പറയാ? എനിക്ക് ശീലമായി. അയാം പറ. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. സംഗതി ഈസി ആട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഐ ആം യൂസ് ടു ഇറ്റ് എന്ന് പറയാം. അത് എനിക്കത് ശീലമായി. ഐ ആം യൂസ് ടു ഇറ്റ്. മനസ്സിലായോ? ഐ ആം യൂസ് ടു ഇറ്റ്. അപ്പോ അവനത് ശീലമായി ഹീസ് യൂസ് ടു ഇറ്റ് എന്ന് പറയാം. ഞങ്ങൾക്കത് ശീലമായി വി ആർ യൂസ് ടു ഇറ്റ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ ദുബായിൽ ഭയങ്കര ഹോട്ട് ക്ലൈമറ്റാ അല്ലെ, ഹോട്ട് വെതറാണ്. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഈ ചൂട് ശീലമായി. അപ്പൊ എന്താ പറയാ? ഐ ആം യൂസ് ടു ഹോട്ട് വെതർ, അങ്ങനെയാണ് പറയാം. അതേപോലെ ഇപ്പൊ ഞാൻ എപ്പോഴും നല്ല സ്പൈസി അല്ലാത്ത ഫുഡ് കഴിക്കാം. ഇപ്പോ സ്പൈസിയാണ് കഴിക്കാറ്. അപ്പൊ ഞാൻ പറയണേ അതെനിക്ക് ശീലമായി. ഐ ആം യൂസ് ടു സ്പൈസി ഫുഡ്, അങ്ങനെ പറയാം. ഐ ആം യൂസ് ടു സ്പൈസി ഫുഡ് അങ്ങനെ പറയും. ഇനി എനിക്ക് നേരത്തെ എണീക്കുന്നത് ശീലമായി എങ്ങനെ പറയാം? ഐ ആം യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി. ഐ ആം യൂസ് ടു വേക്കിംഗ് അപ്പ് ഏർലി, അങ്ങനെയാണ് പറയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാൻ പോവാണ്. എനിക്ക് ലേറ്റ് ആയിട്ട് ഉറങ്ങി ശീലമായി. അതെങ്ങനെയാ പറയാന്ന് നിങ്ങളിവിടെ കോമെന്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ കണ്ടോ, ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇതുപോലെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളും അഡ്വാൻസ്ഡ് കാര്യങ്ങളും ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ കോഴ്സാണ്, ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്. നമ്മളൊക്കെ വലിയ ആഗ്രഹമാണ് എങ്ങനെയും ഇംഗ്ലീഷ് പഠിക്കണം. ഞങ്ങൾ സെറ്റാക്കി തരാം. ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങൾക്ക് വേണ്ട 2 മാസം സമയം നിങ്ങൾ ഫ്രീ ആവുന്ന ഏതെങ്കിലും ഒരു 40-45 മിനിറ്റ്. ഓക്കെ, ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഫ്രണ്ടിനെ പോലെ കൂടെ നിന്ന് 2 മാസം കൊണ്ട് സെറ്റാക്കുന്ന ലാംഗ്വേജ്. മുകളിൽ പോകാൻ ബയോൾ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.